2024 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ത്രൈമാസ കാലയളവിലേക്കുള്ള പ്രവർത്തന ഫലങ്ങൾ കോർപ്പറേറ്റ് കമ്പനികൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തനഫലം പ്രഖ്യാപിച്ച 3 മുൻനിര ബാങ്ക് ഓഹരികളാണ് IDFC ഫസ്റ്റ് ബാങ്കും ICICI ബാങ്കും യെസ് ബാങ്കും. ഈ ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ കഴിഞ്ഞ ത്രൈമാസ കാലയളവിലെ പ്രവർത്തനഫലം വിലയിരുത്തുകയും ഈ ബാങ്ക് ഓഹരികളുടെ സമീപകാല സാധ്യതകളെക്കുറിച്ചും പ്രമുഖ മാർക്കറ്റ് അനലിസ്റ്റുകൾ എന്ത് പറയുന്നുവെന്ന് നോക്കാം. ആദ്യം ഈ കമ്പനികളുടെ 3-ാം പാദ പ്രവർത്തനഫലം നോക്കാം. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഡിസംബർ സാമ്പത്തിക പാദത്തിൽ അറ്റാദായ 53% ഇടിഞ്ഞ് 339 കോടി രൂപയെ താഴ്ന്നു. ബാങ്കിൻ്റെ അറ്റ പലിശ വരുമാനം അഥവാ NII വാർഷികമായി 14% വളർച്ചയോടെ 4,902 കോടി രൂപയിലേക്ക് ഉയർന്നു. കിട്ടാക്കടത്തിൻ്റെ പേരിലും വീഴ്ച വരുത്തുന്ന വായ്പകൾക്കായി നീക്കി വെക്കേണ്ട പ്രൊവിഷനിങ് തുക വർദ്ധിച്ചതാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ലാഭം ഇടിയാൻ കാരണം. അതേസമയം രാജ്യത്തെ രണ്ടാമത്തെ വലിയ സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനമായ ICICI ബാങ്കിൻ്റെ ഡിസംബർ പാദത്തിൽ അറ്റാദായം 15% വാർഷിക വർധനയുടെ 11,792 കോടി രൂപയായി ഉയർന്നു. ബാങ്കിൻ്റെ അറ്റ പലിശ വരുമാനം 9% വളർച്ചയോടെ 20,341 കോടി രൂപയായും വർദ്ധിച്ചിട്ടുണ്ട്. മുഖ്യ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം കൂടിയതും വായ്പാ വിതരണത്തിൽ ആരോഗ്യകരമായ വളർച്ച കൈവരിച്ചതുമാണ് ICICI ബാങ്കിൻ്റെ നേട്ടത്തിന് പിന്നിലുള്ളത്. അതേപോലെ പുതുതലമുറ ബാങ്കിംഗ് സ്ഥാപനങ്ങളൊന്നായ യെസ് ബാങ്കിൻ്റെ ഡിസംബർ ത്രൈമാസ കാലയളവിലെ അറ്റാദായത്തിൽ 165% വാർഷിക വളർച്ചയോടെ 612 കോടി രൂപയായി. അതേപോലെ സമാന കാലയളവിൽ ബാങ്ക് നേടിയ അറ്റ പലിശ വരുമാനം 10% വർധനയോടെ 2,244 കോടി രൂപയും രേഖപ്പെടുത്തുന്നു. ഇനി ഏത് ബാങ്ക് ഓഹരി തിരഞ്ഞെടുക്കണം? മേൽ സൂചിപ്പിച്ച ഡിസംബർ പാദഫലം വിശദമായി പരിശോധിച്ചാൽ ഏറ്റവും സമതുലിതമായ വളർച്ച കൈവരിച്ചതും പ്രവർത്തനശേഷിയിൽ മികവ് പുലർത്തിയതും പ്രതികൂല വിപണി സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവും വിലയിരുത്തിയാൽ ICICI ബാങ്കാണ് മികച്ച പ്രവർത്തനഫലം കാഴ്ചവെച്ചതെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ സ്റ്റോക്സ് ബോക്സിൻ്റെ റിസർച്ച് അനലിസ്റ്റ് അഭിഷേക് പാണ്ഡ്യ അഭിപ്രായപ്പെട്ടു. അതേപോലെ ശക്തമായ അസറ്റ് ക്വാളിറ്റിയും വളരെ നിയന്ത്രിതമായ കിട്ടാക്കടത്തിൻ്റെ തോതും താരതമ്യേന ഉയർന്ന ആദായ നിരക്കുകളും ICICI ബാങ്കിന് അനുകൂലമാണെന്നും അനലിസ്റ്റ് കൂടിയായ അഭിഷേക് പാണ്ഡ്യ ചൂണ്ടിക്കാട്ടി. മേൽ സൂചിപ്പിച്ച 3 ബാങ്ക് ഓഹരികളുടെയും സമീപകാല സാധ്യതകൾ ചൂടെ ചേർക്കുന്നു. യെസ് ബാങ്ക് സമീപകാലയളവിലേക്ക് 21.5 രൂപ നിലവാരത്തിൽ നിന്നും യെസ് ബാങ്ക് ഓഹരിക്ക് ശക്തമായ പ്രതിരോധം നേരിടാം. ഈ നിലവാരം ക്ലോസിംഗ് അടിസ്ഥാനത്തിൽ മറികടക്കാൻ യെസ് ബാങ്ക് ഓഹരിക്ക് സാധിച്ചാൽ 25 രൂപ നിലവാരത്തിലേക്ക് മുന്നേറാൻ വഴിയൊരുങ്ങുമെന്നും പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ഹെൻസെക്സ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് വിഭാഗം ഉപമേധാവി മഹേഷ് അമോജ പറഞ്ഞു. അതേസമയം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച 18 രൂപ 20 പൈസയിലായിരുന്നു യെസ് ബാങ്ക് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ICICI ബാങ്ക് ഈ പ്രൈവറ്റ് ബാങ്ക് ഓഹരിയുടെ ചാർട്ടിൽ അനുകൂലമായ ടെക്നിക്കൽ പാറ്റേൺ ദൃശ്യമാണ്. 1,190 രൂപ നിലവാരത്തിൽ നിന്നും ശക്തമായ പിന്തുണയും ഓഹരിക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ICICI ബാങ്ക് ഓഹരി 1,210 മുതൽ 1,215 രൂപ നിലവാരത്തിൽ നിന്നും ഹ്രസ്വകാല നിക്ഷേപം പരിഗണിക്കാവുന്നതാണെന്ന് ഹെൻസെക്സ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് വിഭാഗം ഉപമേധാവി മഹേഷ് അമോജ് നിർദ്ദേശിച്ചു. സമീപഭാവിയിൽ ഓഹരിയുടെ വില 1,250 മുതൽ 1,320 രൂപ നിലവാരത്തിലേക്ക് മുന്നേറാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ നിഗമനം. ഇപ്പോൾ ICICI ബാങ്ക് ഓഹരിയിൽ ഹ്രസ്വകാല നിക്ഷേപം ആലോചിക്കുന്നവർ 1,280 രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഹെൻസെക്സ് സെക്യൂരിറ്റീസിൻ്റെ മഹേഷ് അമോജ വ്യക്തമാക്കി. IDFC ഫസ്റ്റ് ബാങ്ക് ഇക്കഴിഞ്ഞ ആഴ്ച 62 രൂപ 20 പൈസ നിലവാരത്തിലായിരുന്നു IDFC ഫസ്റ്റ് ബാങ്ക് ഓഹരി ക്ലോസ് ചെയ്തത്. നിരാശപ്പെടുത്തിയ പാദഫലമാണ് റിപ്പോർട്ട് ചെയ്തതിനാൽ തിങ്കളാഴ്ച രാവിലെ വിൽപ്പന സമ്മർദ്ദം പ്രകടമായേക്കാം. എന്നിരുന്നാലും IDFC ഫസ്റ്റ് ബാങ്ക് ഓഹരിയുടെ വില 60 മുതൽ 61 രൂപയിലേക്ക് താഴുകയാണെങ്കിൽ ഹ്രസ്വകാല നിക്ഷേപം പരിഗണിക്കാമെന്ന് ഹെൻസെക്സ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് വിഭാഗം ഉപമേധാവി മഹേഷ് അമോജ പറഞ്ഞു. ഇവിടെ നിന്നും പിന്തുണ ലഭിച്ചാൽ ബാങ്ക് ഓഹരിയുടെ വില 64 രൂപയിലേക്ക് മുന്നേറാം. ഇവിടവും ക്ലോസിംഗ് അടിസ്ഥാനത്തിൽ മറികടക്കാൻ IDFC ഫസ്റ്റ് ബാങ്ക് ഓഹരിക്ക് സാധിക്കുകയാണെങ്കിൽ 68 രൂപ നിലവാരത്തിലേക്ക് വരെ ഉയരാമെന്നും ഹെൻസെക്സ് സെക്യൂരിറ്റീസിൻ്റെ മുതിർന്ന അനലിസ്റ്റ് കൂടിയായ മഹേഷ് അമോജ കൂട്ടിച്ചേർത്തു. ഡിസ്ക്ലെയിമർ: മേൽ സൂചിപ്പിച്ച 3 ബാങ്ക് ഓഹരികളെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ നൽകുന്നതാണ്. ഇതിൽ ടൈംസ് ഇന്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപ സംബന്ധമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിക്കോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.